ഞാൻ കണ്ടതാണ് ഈ വിഷ്ണുമായ ചാത്തൻ സേവ. ഈ വിഷ്ണുമായ ചാത്തൻ സേവ ബിഗ് ബോസിലുണ്ട് ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അനുമോളുടെ കയ്യിലൊരു പാവയുണ്ട്, പ്ലാച്ചി എന്ന് പറയുന്നത്. ഇപ്പം റീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലബൂബു എന്ന് പറഞ്ഞൊരു പാവയുണ്ട്. ഈ ലബൂബു വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ്, അങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ശരത്ത് അപ്പാനിക്കാണെങ്കിൽ അവർക്കൊക്കെ ഇത് ഫീൽ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനർജീസിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഈ ഒരു പ്ലാച്ചി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പാവയിടാത്ത എന്തെങ്കിലും ഈ കൂടോത്രമൊന്നും സാധനമില്ലേ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ചൊണ്ണ ഉണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കാം. ഒരാൾ മരിച്ചുപോയ കാര്യം നീ ആ ആളെ കൊണ്ട് കാണിച്ചിട്ട് പറയിക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ കുറെ നാളായി ബിഗ് ബോസിന്റെ ചർച്ച, കപ്പടിച്ചത് എങ്ങനെ അനുമോൾ കപ്പടിച്ചു, ഏഷ്യാനെറ്റ് അനുമോളെ സപ്പോർട്ട് ചെയ്തു, വോട്ടിൽ അട്ടിമറി, PR വർക്ക്, PR-ന് കാശ് കൊടുത്തില്ല, അത് ഇത് മറ്റതും മറിച്ചത്, കുറെ അധികം ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ കയറി വന്നാണ് നമ്മുടെ ഒരു ചാത്താൻ സേവ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഇവിടെ ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ അനുമോൾക്കിടയിൽ കൂടോത്രം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അനുമോള് കൂടോത്രം ചെയ്താണ് കപ്പടിച്ച എന്ന ഉള്ള ഒരു സംഭവങ്ങളും ചർച്ചകളും ഒക്കെ വെളിയിൽ നടപ്പുണ്ട്. എനിക്ക് വളരെ രസകരമായി തോന്നി. അപ്പൊ അനുമോളുടെ കയ്യിലുള്ള പ്ലാച്ചി ഉണ്ടല്ലോ, പ്ലാച്ചി എന്ന് പറഞ്ഞ ആ പാവ അപ്പാനിയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സംശയിക്കാം അതൊരു വെറും പാവയല്ല ഗൈസ്, അതൊരു കൂടോത്ര പാവയാണ്. നമ്മുടെ ബിഗ് ബോസിനകത്ത് കൂടോത്രം നടക്കുന്നുണ്ട്, അത് അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഓടുന്നുണ്ട്. നമുക്ക് വാസ്തവം നോക്കാം. കാരണം ഞാൻ ഈ ഒരു സബ്ജക്ട് നമ്മുടെ ശാരിക ഔട്ടായില്ലേ, ആ ശാരിക ഔട്ടായപ്പോഴത്തേക്ക് ഞാൻ കണ്ടതാണ് അവരുടെ ചാനലിലൂടെ 2 ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബിഗ് ബോസിൽ സാത്താൻ സേവയുണ്ട്, അവിടെ നെഗറ്റീവ് എനർജിയാണ്, അവിടെ എല്ലാം തകിടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷെ എനിക്ക് ആ ശാരികയുടെ അവതരണ ശൈലി എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ആക്കി വിട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്റർവ്യൂ കാണാൻ, നമുക്കൊരു സുഖമില്ല, നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഊർജ്ജം തരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ആക്കി വിട്ടു. അപ്പൊ കഴിഞ്ഞ ദിവസം 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ വേറൊരു ഇന്റർവ്യൂ കണ്ടു. വേറൊരു ചാനലിൽ സെയിം ആള് തന്നെ, സുജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, എന്തോ താടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരു പുള്ളിയാണ്. പുള്ളി എന്തോ സാത്താൻ സേവയോ അങ്ങനെ എന്താണ്ട് ഒരു ചെയ്യുന്ന വിഷ്ണുമായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് കണ്ട ആ പുള്ളി ഇവിടെയും വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കയറി നോക്കി ദേ കിടക്കുന്നു നമ്മുടെ പ്ലാച്ചി, എന്താണ് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന പാവയാണ്, അതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ പിന്നെ ഞാൻ യൂട്യൂബ് തുറന്നപ്പോ തന്നെ വേറൊരു വീഡിയോ കിടക്കുന്നു, അതിനകത്ത് സാത്താൻ സേവയുണ്ടെന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അല്ല വേറൊരു വ്യക്തിയുടെ. അപ്പൊ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. അപ്പൊ ഞാൻ കണ്ടത് നിങ്ങളും കൂടെ അറിയിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ ഇത് റിയൽ ആണോ എന്നാണ് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇതെങ്ങനെയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ നമുക്ക് തോന്നിപ്പോവും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ്. എല്ലാരും വ്യക്തമായിട്ട് ഈ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് എന്താണ് ഇവര് പറയുന്നതെന്ന് കണ്ടിട്ട് വരാം. അവള് തന്നെ അനുമോളു അതിന്റെ കയ്യിലൊരു പാവനെ കൊണ്ട് ഈ അതിനകത്ത് അനുമോളുടെ പാവ അതൊരു സാധാരണ പാവയല്ല, ഇതുപോലെ കൂടോത്രത്തിൽ ഉപയോഗിക്കുന്ന പാവയാണെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. ബ്ലാക്ക് മാജിക് ഇതിപ്പോ കൂടോത്രത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഞാനിപ്പോ പറയണ ഞാൻ കൂടോത്രത്തിന് മാത്രമാണ് അവളുടെ കയ്യിരിക്കുന്നത്, ബ്ലാക്ക് മാജിക്കില് തന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചു പറയുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന പാവയാണ് സെയിം ഇതില് വരുന്നതാണ്. അതിന്റെ ചുണ്ടിലൊക്കെ നമുക്കറിയാൻ പറ്റും, മുഖത്തിന്റെ ഓരോ കട്ടിങ്ങിലും. എന്തുകൊണ്ട് അത് വലിച്ചു ദൂരട്ടെറിഞ്ഞ് തിരിച്ചു കൊടുത്ത്? നിങ്ങൾക്ക് വേണ്ട രക്ഷാപരമായിട്ടുള്ളതും രക്ഷാകവചങ്ങളൊന്നും അതിനകത്ത് കയറ്റാൻ പറ്റിയിട്ടില്ല അവർക്ക്. പിന്നെ ഈ ഒരു കേട്ടല്ലോ ഗൈസ്, നമ്മുടെ പ്ലാച്ചി, അതായത് അനുമോളുടെ കയ്യിലിരിക്കുന്ന പ്ലാച്ചി പാവ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പാവയാണെന്നുള്ള വളരെ വലിയൊരു രഹസ്യമാണ് ഇവിടെ പുറത്തു വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? അപ്പൊ ഇദ്ദേഹം പറയുന്ന അതിന്റെ ചുണ്ട് മൂക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം അത് കൂടോത്രമാണ്. അതായത് അനുമോള് വിജയിക്കണം എന്ന് കരുതി കൂടോത്രം നേരത്തെ വീട്ടിൽ നിന്ന് കൂടോത്രം ചെയ്ത് കൊണ്ടുവന്ന ഒരു പാവയാണ് അത്. അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് അവള് കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ തന്നെ നാക്ക് ഉളുക്കുന്നു, എന്റെ ഭഗവാനെ, കൂടോത്രമാണോ അവ അറിയില്ല. അപ്പൊ ഓക്കെ, അങ്ങനെ ഒരു പാവയെ അവളെ അകത്തോട്ട് കൊണ്ടുവന്നു. പക്ഷെ ബിഗ് ബോസിന്റെ നിയമപ്രകാരം അവിടെ നമുക്ക് ഒരു രക്ഷാ കവചവും കൊണ്ടുപോകാൻ പറ്റില്ല, ചരട് നമുക്ക് കെട്ടാൻ പറ്റത്തില്ല, ഒരു തകിടൊന്നും പറ്റത്തില്ല എന്നാണ് നമ്മൾ നേരത്തെ ശാരികയുടെ ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടത്. നമുക്ക് ഒരു ദൈവികപരമായിട്ടുള്ള ഒരു സംഭവങ്ങളും അവിടെ അനുവദനീയമല്ല എന്ന് ഒക്കെ പറയുന്നുണ്ട്. അതായത് ഈ തകിട് രക്ഷകളൊക്കെ ഇല്ലേ, രക്ഷാ ചരട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അത് കയറ്റാൻ പറ്റത്തില്ല, അതവരെല്ലാം ഊരി വെപ്പിക്കുകയൊക്കെ പറയുന്നുണ്ട്. ശരിയ തന്നെ അതിനകത്ത് പറയുന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ഡൗട്ട്, ഈശ്വര ഇനി അവിടെ എങ്ങനെ നെഗറ്റീവ് എനർജി ആണ് നടക്കുന്നത്, എന്താണ്? കാരണം ആ വീടെന്ന് പറഞ്ഞാൽ എപ്പോ നോക്കിയാലും അടിയും കലകവും ബഹളവും തെറിവിളിയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും തള്ളക്കി വിളിയും മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ഇതേ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം. പക്ഷേ പ്ലാച്ചിയെ മാത്രം അകത്ത് കയറ്റാൻ സമ്മതിച്ചെങ്കിൽ അത് ബിഗ് ബോസിന്റെ അറിവോട് കൂടിയാണോ പ്ലാച്ചിയെ അകത്ത് കയറ്റാൻ? അങ്ങനെയല്ലേ വരുള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുന്നത്
ബ്ലാക്ക് മാജിക്കിനെ അല്ലെങ്കിൽ ഞാനത് സാത്താനെ പറഞ്ഞിട്ടുണ്ടല്ലോ, support ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതിന്റെ അകത്ത് ഇലുമിനാറ്റി എന്റെ കണ്ണും കാര്യങ്ങളും അതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള രീതികളും അതിനകത്ത് ഓരോ ഡിസൈനിലും ഓരോരോ വിഷയങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളത് കയറിയിറങ്ങി അതിനകത്ത് തകിടുകളും അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാൻ തെളിവോടുകൂടെ എടുത്തു തരാൻ പറഞ്ഞ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ട്. സാത്താനുണ്ടെന്നല്ല, സാത്ത സേവയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിനകത്ത് നെഗറ്റീവ്സ്. നമ്മൾ തുറന്നു പറഞ്ഞ നമുക്ക് കൊട്ടേഷൻ വരും. എനിക്ക് കൊട്ടേഷൻ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ട്. ഇത് സാധനത്തിന് ഞാൻ ഈ സായി ക്രിഞ്ച് സാധനത്തിനൊക്കെ എടുത്ത് മാറ്റി ഇടുന്നത് ഇമാതിരി ക്രിഞ്ചടിച്ച് എൻ്റെ ഈ വീട്ടിൽ ആകെ ഉണ്ടായ പ്രശ്നം തന്നെ ബിഗ് ബോസിനോട്. ബിഗ് ബോസ് തുണികൾ തരുന്നില്ല, ബിഗ് ബോസ് ഷൂസ് തന്നില്ല, ചപ്പൽ തന്നില്ല. ഈ സാധനത്തിനൊക്കെ എങ്ങനെ വിട്ടുപോത്ത് ഇതിങ്ങനെ വന്നാ ഫസ്റ്റ് ഡേ ആകുമ്പോൾ ആ ബെഡിൽ എപ്പോൾ ഞാൻ കിടന്ന് ഇങ്ങനെ ഉറങ്ങി എണീച്ചാലും ഞാൻ കണ്ണ് തുറന്ന ആ പ്ലാച്ചിങ്ങനെ എന്റെ ബെഡിന്റെ ഫ്രണ്ടിൽ അനുമോളുടെ ബെഡ് ഞാൻ കിടന്നിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോ ആ ഭൂതമായിട്ടിരിക്കുക പ്ലാച്ചി. അനുമോളുടെ പാവ കീരി കള ഇതൊക്കെ എവിടെയാണിത്? ഇതിനകത്ത് പറഞ്ഞത് ബിഗ് ബോസിന്റെ അറിവോട് കൂടിയാണ്, ബിഗ് ബോസ് ആണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്, ബിഗ് ബോസ് തന്നെ ഒരു നെഗറ്റീവ് ആണ്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് അത് സത്യമാണ് മനുഷ്യരിലോട്ട് കൊണ്ടുവരുന്നത്. ശരിക്കും ഇവര് നെഗറ്റീവ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ദുർമന്ത്രവാദം വഴിയാണ് നമ്മുടെ അനുമോളെ അതിനകത്ത് പെടുത്തിയത്, അനുമോള് കപ്പടിപ്പിച്ച ദുർമന്ത്രവാദം വഴിയാണെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ നമുക്ക് അനുമോള് അടിച്ചപ്പോഴത്തേക്ക് ഒരു ഇൻസ്റ്റ പേജില് കപ്പടിച്ച ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമന്റ് ഇപ്പൊ കാണുന്നില്ല, ഇപ്പൊ ആ വീഡിയോ തന്നെ കാണുന്നില്ല. അപ്പൊ അതിനകത്ത് അനുമോള് ഇതുപോലെ എന്തുവാണ് ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ജോൾസിനാണ് ആ പുള്ളി അനുമോളെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അന്നേരത്തേക്ക് അതിനകത്ത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് ബിഗ് ബോസിലോട്ട് പോയ സമയത്ത് ഞാൻ അനുമോളുടെ നാക്കില് ഒരു സാത്താനെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ നിനക്ക് നാക്ക് പഴിച്ചു, അതാണ് ഗിസയിലും ആര്യനും തമ്മിലുള്ള വിഷയം, നീ ഒരിക്കലും ജീവിതത്തിൽ ഗതി പിടിക്കത്തില്ല, നിന്റെ സംസാരം അത്രത്തോളമാണ്, 50 വയസ്സുള്ള എന്നേല് അത്രയും മോശമായിട്ടാണ് നീ എന്നോട് പെരുമാറിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ജോൽസിന്റെ ആണെന്ന് തോന്നുന്നു ഒരു മെസ്സേജ് അതിന്റെ അടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല, ഇനി അനുമോളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന എന്താണെന്നൊക്കെയോ അറിയത്തില്ല. എല്ലാവരും ബ്ലാക്ക് മാജിക്കിന്റെ ഇമ്പാക്ട് ആണെന്നാണ് ഈ വീഡിയോക്കകത്ത് മജോറിറ്റി പറഞ്ഞു വെക്കുന്നത്. അനുമോള് അർഹയായിട്ട് കപ്പടിച്ചതല്ല, ശരിക്കും അനുമോള് ബ്ലാക്ക് മാജിക് നടത്തി കപ്പടിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് മുമ്പത്തെ വിഷ്വൽസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അപ്പാനിയെ എന്നിങ്ങനെ പേടിപ്പിക്കുന്നത്, പ്ലാച്ചിയെ വെച്ചിട്ട് ഇങ്ങനെ ഓടിയിട്ട് എന്തോ മന്ത്രം ചൊല്ലിയിട്ട് അപ്പാനിയെ പേടിപ്പിക്കുന്ന അപ്പാനി പിന്നെ ഔട്ട് ആവുന്നതും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആര്യനാണേലും വളരെ രസകരമായിട്ട് ആ പാവയെ പേടിയാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഷിയാസ് കരീം വന്ന സമയത്ത് ആ പാവ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പിന്നീട് എന്താണ് ഈ പാവയെ കിട്ടിയ കാര്യമൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ഭുതപ്പെടുത്താൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ കമന്റിനകത്തെല്ലാം ഈ ആൾക്കാര് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ചു നോക്കാം. പ്ലാച്ചി എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ട്, ഷിയാസ് എറിഞ്ഞപ്പോൾ അവള് വീക്കായി, ലാസ്റ്റ് ഡേയിൽ പ്ലാച്ചിയെ കാണാഞ്ഞിട്ട് അവൾക്ക് ഡിപ്രഷൻ പോലെ തോന്നി, ഈ പാവയും അവളുടെ മന്ത്രവും പല കണ്ടസ്റ്റന്റുകൾക്കും പല പ്രാവശ്യം ഷോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ എല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കമന്റ്, അങ്ങനെ കുറെ കമന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാനും ഈ പാവയെ കണ്ട അന്ന് മുതൽ വിചാരിച്ചത് സത്യമായി മാറി. അങ്ങനെ ഇതിനകത്ത് മജോറിറ്റി കമന്റും ഈ പ്ലാച്ചിക്കും അനുമോൾക്കും എതിരായിട്ടാണ്, കൂടോത്രമാണ് പാവ, അനുമോളുടെ പാവ കൂടോത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ കുറെ അധികം ലൈക്കും വന്നിട്ടുണ്ടല്ലോ. ആ പാവ കൂടോത്രം ചെയ്ത പാവയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൂടോത്രം ചെയ്തതാണെന്ന്. മോഹൻലാലിനെ വരെ കണ്ണ് തെറ്റിപ്പോയി, കാരണം ഇടത് കൈയാണ് അനുവിനെ വിനയാക്കിയത്, എല്ലാവരും വലത് കൈയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കൂടോത്രം ചെയ്തിട്ടാണ് പോയെന്നാണ് അർത്ഥം. പറഞ്ഞ സത്യമാണ്. അനുമോൾ ആ പാവയെ കാണാൻ അതായത് ഒരു ചെറിയ കുട്ടിയെ പോലെ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ വിചാരിക്കും ഇതൊരു ബൊമ്മയല്ലേ എടുത്തോളൂ, അതിനൊക്കെ ഇങ്ങനെ കരയണോ, ഇപ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം അറിഞ്ഞത്, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കമന്റ്സിനടിയിലും നല്ല ശതമാനം ലൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയത്തില്ല കൂടോത്രോ എന്തെങ്കിലും ആണെങ്കിലും എന്ത് സംഭവം ആണെങ്കിലും വേണ്ടില്ല, അനുമോള് കപ്പ് അടിച്ചിട്ടുണ്ട്, എന്ത് ഗെയിമും ആയിക്കോട്ടെ. അപ്പം സീസൺ 7 കഴിഞ്ഞു. ഇങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നപ്പോൾ നിങ്ങളിലോട്ടും കൂടെ ഇത് എത്തിക്കണം തോന്നി, അതുകൊണ്ട് ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ്. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല.
കൂടോത്രം എങ്കിൽ കൂടോത്രം, ഗെയിം കളി എങ്കിൽ ഗെയിം കളി, PR എങ്കിൽ PR, ഏഷ്യാനെറ്റിന്റെ സപ്പോർട്ട് എങ്കിൽ ഏഷ്യാനെറ്റിന്റെ സപ്പോർട്ട്, എന്തായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ എടുക്കുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.